വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൻ്റെ ഒരു പ്രധാന അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകിൽ ഇപ്പോൾ ബാലുവും നീലും ശ്രീകുട്ടനൊക്കെ പോയതോടെ പഴയ ആർട്ടിസ്റ്റുകളുടെ സാധ്യതകൾ തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഉപ്പുമുളകിൽ പ്രശ്നങ്ങളായിട്ട് ഇപ്പോൾ ബാലു നീലും ഒക്കെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഉപ്പുമുളകിൽ ഇപ്പോൾ ഉള്ളത് കുട്ടികളും പിന്നെ ഭവാനിയമ്മയൊക്കെ എക്സ്ട്രാ പിടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ സുരേന്ദ്രൻ ഉപ്പുമുളകിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ എപ്പിസോഡുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വരും. ഇത് കൂടാതെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കഥാപാത്രമാണ് മുടിയൻ. ഇതേപോലത്തെ ഒരു പ്രശ്നം സംബന്ധിച്ച് കഴിഞ്ഞ കൊല്ലം ഉപ്പുമുളകിൽ നിന്ന് മാറി നിന്നതാണ്. അതിന് ശേഷം തിരിച്ചു വന്നിട്ടേയില്ല. സീസൺ 2 പ്രശ്നം ഉണ്ടായത്. സീസൺ 2 അവസാനിച്ച് സീസൺ 3 ഇപ്പോൾ ഓൾമോസ്റ്റ് 200 എപ്പിസോഡോളം അടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതുവരെ ഇപ്പോൾ മുളകിലോട്ട് മുടിയൻ്റെ തിരിച്ചുവരവിനെ കുറിച്ച് ഒന്നും തന്നെ അപ്ഡേറ്റ് ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ബാലു നീലുമൊന്നുമില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ മുടിയൻ തിരിച്ചു വരാൻ പോവുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ആ വാർത്തകളൊന്നും അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ മുളകിൻ്റെ നിലനിൽപ്പിന് മുടിയൻ എന്നൊരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രി അത്യാവശ്യമാണ്. ഇനിയും ഒരു മുടിയനെ കൊണ്ടുവന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ മുളകും വൈകാതെ തന്നെ അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഇനി മുടിയൻ തിരിച്ചു വരികയാണെങ്കിൽ എല്ലാവർക്കുള്ള ചോദ്യമാണ് ദിയ എന്നൊരു കഥാപാത്രം ഉണ്ടാകുമോ എന്നൊക്കെ. ഉറപ്പായിട്ടും മുടിയൻ തിരിച്ചു വരികയാണെങ്കിൽ ആ ഒരു കഥാപാത്രത്തേക്ക് തിരിച്ചു വിളിക്കാൻ ചാൻസസ് ഉണ്ട്. മുടിയൻ, ദിയ, രാംകുമാർ, ഹൈമതി എന്നീ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോൾ മുളകിലോട്ട് തിരിച്ചു വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫാൻസിന് അതൊരു അടിപൊളി അപ്ഡേറ്റ് തന്നെയായിരിക്കും. മാത്രമല്ല ഇപ്പോൾ മുളകും ഇപ്പോൾ തുടങ്ങിയത് തൊട്ട് എല്ലാവരും കാത്തിരിക്കുന്നതും നിരന്തരം കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റുമാണ് മുടിയൻ തിരിച്ചു വരണം എന്നുള്ളത്. അത് ഉറപ്പായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ചാനൽ പരിഹരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ എപ്പിസോഡുകളൊക്കെ കുറച്ച് ബോറിംഗ് ആണെന്നുള്ള രീതിക്കുള്ള കമൻറ്റ് ബോക്സിൽ കമൻസൊക്കെ വായിച്ചിട്ടുണ്ടാകും അവരും. അതുകൊണ്ട് തന്നെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് മുടിയനെയും തിരിച്ചു കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു റീ എൻട്രിക്ക് വേണ്ടി മുടിയൻ, ദിയ, രാംകുമാർ, ഹൈമതി എന്നീ കഥാപാത്രങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ അതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.